എന്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അതായത് വീട്ടിൽ ബ്രോയിലർ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് നല്ല പീസ് നോക്കി കട്ടെടുത്ത് വെക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ കുറച്ച് ഞാൻ മാറ്റി വെക്കും നല്ല പീസ് നോക്കിയിട്ട് കേട്ടോ. അതായത് പിറ്റേന്ന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് സമോസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ട് അതിൽ ഇത്തിരി മഞ്ഞപ്പൊടിയും കുരുമുളകും പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് കുക്കറിലാകുമ്പോൾ വേഗം വെന്ത് കിട്ടില്ല. പിന്നെ നമ്മുടെ വലിയ ഉള്ളി എടുത്തിട്ട് സവാള ഗിരി എന്ന് പറഞ്ഞ പോലെ കുനുകുനാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, കേബേജ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഗ്യാപ്പിൽ എല്ലാവരും പോയിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് വാടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാടി വരണം. അതിന്റെ ഗ്യാപ്പിൽ കല്ല് വന്ന് ഓരോ പരാതികൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് അംഗനവാടിത്തെ പരാതികളാണ്. കുട്ടി സ്ലൈഡ് ഊരി എന്റെ സ്ലൈഡ് എടുത്തു, അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്ന് പറഞ്ഞ ഓരോ പരാതികളൊക്കെ കേട്ട് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മുടെ പൊടികൾ ഗരം മസാലപ്പൊടി, കുരുമുളകും പൊടി, മുളകും പൊടി ഇതൊക്കെ നമ്മുടെ പാകത്തിന് ഇട്ട് കേട്ടോ. കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ എന്റെ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളിയും കേബേജും ഒക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മുടെ എന്താ പറയാ ചിക്കൻ നന്നായിട്ട് വേവിച്ച് വെച്ചത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കരിവേപ്പിൻ്റെ ഇത്തിരിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ സമോസ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാലും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ആരുണ്ടാക്കിയാലും ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലേറെ രസമായിരിക്കും നമ്മൾ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഞാനിത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് അമ്മ അവിടെ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ചൂടോടുക്കത്തെ ചുട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.